ആലത്തൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ശരീഫ് തിന്നിലാപുരം. 2024 ജൂലൈ മാസം 24 കർക്കിടക മാസം 9 അറബി മാസത്തിലെ മുഹറം മാസം 17 ഇന്ന് വരുന്നത്. ഇന്ന് ബുധനാഴ്ച. മുഖ്യ വാർത്തകൾ. ആലത്തൂർ കുറേ നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഫലം കണ്ടില്ല. ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്തു. സ്വർണത്തിന് 2200 പവനിക്ക് വില കമ്മിയായിട്ടുണ്ട്. മണ്ണുത്തിയിൽ ഭാരത് റൈസ് വിതരണം ഇന്നലെ നടന്നു. മുടപ്പല്ലൂർ ചക്കാന്തറ റോഡ് തകർന്നു. ബസ് സ്റ്റോപ്പ് കയ്യേറിയിട്ട് കച്ചവടം നടത്തുന്നു വടക്കഞ്ചേരിയിൽ. വാർത്തകൾ വിസ്തരിച്ച്. ആലത്തൂർ വാനൂർ ഭാഗത്ത് മരുതന്തളം പറയുന്ന സ്ഥലത്ത് കമ്പിക്കാലിൻ്റെ മേലേക്ക് മരം പൊട്ടി വീണിട്ട് കമ്പികളൊക്കെ മുറിഞ്ഞ് കഷ്ണങ്ങളായി. ഒരു ദിവസത്തിൽ 3/4 ഭാഗവും കറണ്ട് പോയി. ആലത്തൂർ ഭാഗത്ത് പിന്നെ നേരത്തെ കാലത്ത് ടൗണിൽ വന്നെങ്കിലും ബാക്കിയുള്ള ഭാഗത്തേക്കൊന്നും കറണ്ട് എത്താൻ വഴുകി എന്നാണ് പറയുന്നത്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച ഇറച്ചിയും മീനും വരെ കേട് വന്നു, വലിച്ചെറിയേണ്ടി വന്നു എന്ന് കുറേ ഹോട്ടലുകാരൊക്കെ പറഞ്ഞു. ജനറേറ്ററും അവർക്ക് അതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അർജുനൻ എന്ന ലോറി ഡ്രൈവറും ലോറിനെയും കാണാണ്ടായിട്ട് 9 ദിവസമായി ഇന്നേക്ക്. അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഫലം കണ്ടില്ല. രാവിലെ 10 മണിക്ക് തുടങ്ങിയ മോന്തിയാകുമ്പോൾ 5 മണിയാകുമ്പോൾ നിർത്തി പണിമാറുന്ന പോലെയാണ് അവിടെ തിരയാമെന്ന പട്ടാളക്കാരും ദുരന്ത നിവാരണ സേനയിലത്തെ ആൾക്കാരും ചെയ്യണത്. ഭയങ്കരമായ കൊടുമയായ മഴയും മണ്ണിടിച്ചിലും കാരണമാണ് ഇത്രയും ദിവസം വൈകിയെന്നാണ് പറയുന്നത്. വിവരം അറിഞ്ഞ ഉടനെ തന്നെ മണ്ണ് മാന്താൻ തുടങ്ങിയാണെങ്കിലോ അല്ലെങ്കിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ അയാളിന് ജീവനോടെ കിട്ടും, ലോറിയും കിട്ടുമെന്നാണ് അതിൻ്റെ മുതലാളി മനാപ്പ് പറയുന്നത്. ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട അയാളിന് ജീവനോടെ കിട്ടണേ പറഞ്ഞിട്ട്. ഇപ്പോൾ ചൂടും ഒക്കെ വന്നിട്ടുണ്ട്. കർണാടക ഗവൺമെൻറ്റിന് ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില എന്താണെന്ന് വഴുകയാണെങ്കിൽ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്തുള്ള പുഴയ്ക്ക് വണ്ടി ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ തിരയാന്നാണ് നോക്കണത്. അവിടെയാണെങ്കിൽ ഭയങ്കരമായ ഒഴുക്കും അടിയൊഴുക്കും എല്ലാം ഉണ്ട്. തിരച്ചിൽ നടക്കാൻ പാടാണ്. മഴയും പെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. മൂടാപ്പ് മാറിയിട്ട് നോക്കാമെന്നാണ് കുറേ ആൾക്കാർ പറയുന്നത്. ഇട്ട തുണിയൊക്കെ ഭയങ്കര ഓതമടിച്ചിട്ട് അവർക്ക് തിരയാനും കിട്ടുന്നില്ല. കുറച്ചും കൂടി കാര്യപ്രാപ്തിയുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പുഴയിൽ ഒന്നും കൂടി നോക്കട്ടെ എന്നൊക്കെയാണ് പറയണത്. ഇത്തവണ നിർമ്മല സീതാരാമൻ എന്ന അതിൽ ബജറ്റിൽ കേരളത്തിന് അവഗണിച്ചു എന്നാണ് പറയുന്നത്. കേരളത്തിന് കാര്യമായിട്ട് സഹായമൊന്നും കിട്ടിയില്ല എന്ന് പൊതുവെ പറയുന്നുണ്ട്. ഇങ്ങനെ സ്ഥലമുണ്ട് എന്ന് പോലും ആ അമ്മയ്ക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. നിർമ്മല സീതാരാമന് ബീഹാറിലേക്കും ആന്ധ്രാപ്രദേശത്തിനും നിറച്ചും പൈസ പാസ്സാക്കിയിട്ടുണ്ട് നാട് നന്നാക്കാൻ വേണ്ടിയിട്ട്. ബീഹാറിൽ 11,500 കോടി റുപ്യ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 26,000 കോടി റുപ്യ പാത നന്നാക്കാനും ഒക്കെ ആയിട്ട് നാട് നന്നാക്കാനും പാസ്സാക്കിയിട്ടുണ്ട്. 25,000 കോടി റുപ്യ ആന്ധ്രാപ്രദേശിൽ അവരുടെ തലസ്ഥാനം വൃത്തിയാക്കാനും പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാനും മോടി പിടിപ്പിക്കാനും വേണ്ടിയിട്ടും പാസ്സാക്കിയിട്ടുണ്ട്. കേരളത്തിന് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. സ്വർണത്തിന് പൊസ്കന വില കമ്മിയായിട്ടുണ്ട്. 2200 അത്ര ഒരു പവന് സ്വർണം വാങ്ങിക്കുക കമ്മിയായിട്ട് വരുന്നു. ഇനിയും കമ്മിയാവുമെന്നാണ് പറയുന്നത്. കുറേ കാലമായിട്ട് സ്വർണത്തിന് വില പൊസ്കന കൂടിയിട്ട് വാങ്ങാൻ പറ്റാണ്ട് കല്യാണങ്ങൾക്ക് വരെ റോഡ് ഗോൾഡ് ഒക്കെ ഇട്ടിട്ട് കല്യാണം നടത്തേണ്ട ഗതികേട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറുന്നതാണ് പറയുന്നത്.
തിരുസൂർ മണ്ണുത്തി പറയുന്ന രാജ്യത്ത് ഇന്നലെ ഭാരത് റൈസ് അരി ലോറിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് 10 കിലോണ് കൊടുക്കണമെങ്കിലും 2 തവണയായിട്ട് വാങ്ങിയിട്ട് പോകേണ്ടി വരും. കുറച്ചൊന്നും അല്ല. 290 റുപ്യാണ് ഒരു 10 കിലോൻ്റെ ഒരു ബാഗിന് അവർ വാങ്ങുന്നത്. മൊബൈലിലൂടെ ആണ്, ഗൂഗിൾ പേ ചെയ്തിട്ടാണ് അത് അയക്കുന്നത്. ഗൂഗിൾ പേ ഇല്ലാത്ത മൊബൈലുകൾ ഉള്ളവർക്കൊന്നും, ഗൂഗിൾ പേയിൽ പൈസ ഇല്ലാത്തവർക്കൊന്നും ഇന്നലെ കിട്ടിയിട്ടില്ല. കുറേ ആൾക്കാർ അരമണിക്കൂറിനുള്ളിൽ വണ്ടി കാലിയാക്കി കൊടുത്തു. വേഗം വീട്ടിക്ക് കൊണ്ട് നോക്കിയപ്പോൾ അത് പുഴുങ്ങിയ അരിയല്ല, പുഴുക്കലരിയല്ല, പച്ചരിയാണെന്ന് മനസ്സിലായി. മടപ്പല്ലൂർ ചക്കാന്തറ ലിങ്ക് റോഡ് തകർന്ന് തരിപ്പണ് പോയി. കുണ്ടും കുഴിയായിട്ട് വണ്ടി പോണൊക്കെ വഴുക്കി വീഴുകയാണ് എന്നാണ് പറയുന്നത്. പാതിൻ്റെ ഓരത്തിൽ കൂടെ നടക്കുന്നവർക്കൊക്കെ വണ്ടിൻ്റെ ചക്രത്തിൽ ചളി തെറിച്ചിട്ട് കുഴിയിൽ പോലും പ്ലക്കനാവുണ്ട്. അങ്ങനെ നാശമൊക്കെയാണ് വെള്ളത്തുണി എടുത്ത് പോയവർക്കൊക്കെ എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് മുടപ്പല്ലൂരിൻ്റെ അടുത്ത് ചല്ലുപൊടി പറഞ്ഞ സ്ഥലത്ത് മരത്തിൽ കൊണ്ടിട്ട് ഒരു ബൈക്ക് ഇടിച്ചിട്ട് ഒരു ചെക്കൻകുട്ടി മരിച്ചത്. വക്കാലിൻ്റെ അടുത്തുള്ള ഒരു 25 വയസ്സുള്ള ചെക്കൻകുട്ടിയാണ് അപകടത്തിൽപ്പെട്ടു. മറ്റേ രാത്രിയായിരുന്നു അപകടം. വടക്കഞ്ചേരിയിൽ മന്നം പറയുന്ന സ്ഥലത്തുള്ള ബസ് സ്റ്റോപ്പിൽ കച്ചവടക്കാർ കയ്യേറിയിട്ട് ആൾക്കാർക്ക് കയറി നിൽക്കാൻ പറ്റുന്ന യാത്രക്കാർക്ക് പരാതിയുണ്ട്. പലവട്ടം പറഞ്ഞു അത് കയ്യേറിയിരിക്കുകയാണ്, അത് യാത്രക്കാർക്ക് മഴയും വെയിലും കൊള്ളാണ്ട് നിൽക്കാനുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് പോലീസും പഞ്ചായത്തും കേട്ടില്ല. വ്യാപാരി വ്യവസായ സംഘടനകൾ പറഞ്ഞു മടുത്തു എന്നാണ് പറയുന്നത്. വഴിയോര കച്ചവടക്കാരുടെ ശല്യം കാരണം. അവിടെ കുഞ്ഞു കുട്ടികളുമായിട്ട് വരുന്ന പെണ്ണുങ്ങൾക്കൊന്ന് മഴ കൊള്ളാണ്ട് ചാറാണ്ട് ചാറ്റിൽ മേൽ തട്ടാണ്ട് കയറി നിൽക്കാൻ നോക്കുമ്പോൾ അവിടെ മുഴുക്കം ഉന്തുവണ്ടിയിൽ ചെരുപ്പും കണ്ണി കണ്ട സാമാനങ്ങളും പച്ചക്കറിയും പഴങ്ങളും വിൽക്കണതുകൊണ്ട് അടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് നടപടി സ്വീകരിച്ചിട്ട് അത് ബസ് സ്റ്റോപ്പ് കാലിയാക്കിയിട്ട് കൊടുക്കണമെന്ന് അവിടുത്തെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെറുപുഷ്പ സ്കൂളിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ മൂത്രപ്പേരയും കക്കൂസും ഉണ്ടാക്കിയെന്നല്ലാണ്ട് ജനങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് മുഴുക്ക പണി കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ ഇനിയും വേണ്ടിയ പൈപ്പിൻ്റെ പണിയും വെള്ളത്തിൻ്റെ പണിയൊക്കെ ശരിയാകാണ്ട് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഉപകാരമില്ല അടക്കുകയാണെന്നാണ് പറയുന്നത്. അതും നേരാക്കി തരണമെന്ന് പറയുന്നുണ്ട്. കുഞ്ഞു കുട്ടികളെ കൊണ്ട് അവിടെ നിൽക്കുന്നവർക്ക് ഒന്ന് മൂത്രം പാത്രമാണെങ്കിൽ പോലും ഇടങ്ങേറാവാണ് എന്ന് പറയുന്നു. ബസ് സ്റ്റോപ്പിൻ്റെ മറവിൽ വെച്ചിട്ട് കുട്ടികൾ കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നുണ്ട്, കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ള വിവരവും കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടും അന്വേഷിക്കണം, നടപടി സ്വീകരിക്കണമെന്ന് അവിടെയുള്ള ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. നിരത്തുനിലാപുരം ഭാഗത്തും കഴിഞ്ഞുചുങ്കം ഭാഗത്തൊന്നും കറണ്ട് ഇല്ലാണ്ട് ഒരു പണിയും നടക്കുന്നില്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കരമായ നാശനഷ്ടങ്ങൾ പലപടി ഉണ്ടായിട്ടുണ്ട്. കാറ്റിലും മഴയിലും നിറച്ചും മരങ്ങളൊക്കെ പൊട്ടി വീണിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നാണ്. കറണ്ടില്ലാണ്ട് ഇടങ്ങേറാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. കിടന്നുറങ്ങനെ കൊതുക് കടിച്ചിട്ട് ഇടങ്ങേറായിട്ടും ആവി അടിച്ചിട്ട് വിസറി കൊണ്ട് വീശിയിട്ടൊന്നും ശരിയാവില്ല എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ കഴിഞ്ഞു.